ആണ്ടുവട്ടത്തിലെ മൂന്നാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ വിചിന്തനം ഒന്നാം വായനയും മൂന്നാം വായനയുമാണ് പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത്. 4 പോയിൻ്റുകളായി ഇന്നത്തെ വിചിന്തനത്തെ ക്രമീകരിക്കുകയാണ്. 1. കാലുമാറുന്ന ദൈവം. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനെവെ. നിനെവേക്കാർ BC 721 ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് അധീനപ്പെടുത്തി. നിനെവേക്കാർ പാപത്തിൻ്റെ ആളുകളായിട്ടാണ്, പുറജാതിക്കാരായിട്ടാണ് യഹൂദർ കരുതിയിരുന്നത്. വലിയൊരു നഗരമാണ് നിനെവെ. 3 ദിവസത്തെ വഴിയാത്രയുണ്ട് ഈ നഗരം കടക്കാൻ. മാനസാന്തരത്തിൻ്റെ സദ്വാർത്ത യോന പ്രഘോഷിച്ചു. നിനെവെ നശിപ്പിക്കപ്പെടാതിരിക്കാൻ ജനം ഉപവാസം, ധർമ്മദാനം, പ്രാർത്ഥന എന്നിവ വഴി ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്തു. ദുഷ്ടതയിൽ നിന്ന് പിന്മാറിയ ജനത്തെ ദൈവം സംരക്ഷിച്ചു. അവരോട് പ്രതികാരം ചെയ്തില്ല. ദൈവം മനസ്സ് മാറ്റി. ദൈവം കാലുമാറിയെന്ന് നമുക്ക് വ്യക്തമായി പറയാം. ദൈവം മനസ്സ് മാറ്റി എന്നത് ദൈവം അനുതപിച്ചു എന്നും പരിഭാഷയാകാമെന്ന് ബൈബിൾ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അനുതാപമാകട്ടെ ഇരട്ട മാനസാന്തരത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. മലാക്കി 4:5 മക്കളുടെ ഹൃദയങ്ങൾ മാതാപിതാക്കളിലേക്കും മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ മക്കളുടെ ഹൃദയങ്ങളിലേക്കും തിരിക്കുന്നതാണ് ഇരട്ട മാനസാന്തരം. അനുതാപം അഥവാ മാറ്റം മനുഷ്യർക്കും ദൈവത്തിനും സംഭവിക്കുന്നു. അപ്പോൾ ഇത് 2 വശത്തും 2 ഭാഗത്ത് നിൽക്കുന്ന ദൈവത്തിനും മനുഷ്യർക്കും സംഭവിക്കുന്ന ഒന്നാണ് മാനസാന്തരം. തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ നന്നായിരിക്കുന്നുവെന്ന് വിലയിരുത്തി. എന്നാൽ ലോകം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. ഈ ലോകത്തെ ദൈവത്തിൻ്റെ രാജ്യമാക്കാൻ പിതാവ് പുത്രനെ അയച്ചു. പാപം എന്നതൊഴികെ യേശു നമ്മോട് താതാത്മ്യപ്പെട്ടു. നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയുമെന്നാണ് യേശു ചോദിക്കുക. ദൈവം മനുഷ്യനിലേക്കും മനുഷ്യൻ ദൈവത്തിലേക്കും മാനസാന്തരപ്പെടുന്നു. സ്നേഹവും കരുണയുമായ ദൈവം ആഗ്രഹിക്കുന്നത് ബലിയല്ല, കരുണയാണ്, സ്നേഹമാണ്. ഹോസിയ 6:6. മനുഷ്യൻ കരുണയും സ്നേഹവുമായപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുന്നു, അവരോടൊപ്പം നടക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ ശ്രവിക്കുന്നു. അതിൻ്റെ ഫലമായി മനുഷ്യർക്കുണ്ടായ മാറ്റത്തെ ദൈവം സ്വീകരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സും മനോഭാവവും അവർ നശിച്ചു പോകരുത് എന്നുള്ള ദൈവത്തിൻ്റെ ദൃഢനിശ്ചയവും ഇതാണ് ദൈവത്തിൻ്റെ കാലുമാറ്റം. 2. മരണമുഖത്തേക്ക് എടുത്തു ചാടുന്ന യേശുവും ശിഷ്യന്മാരും. മരുഭൂമിയിലെ സിംഹഗർജനം ഹെറോദേസിൻ്റെയും ഹെറോദ്യയുടെയും ഉറക്കം കെടുത്തി. സ്നാപകയോഹന്നാൻ തുപ്പിയത് തീയായിരുന്നു. ഊതിയപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. സ്നാപകനെ കൽത്തുറുങ്കിലടച്ചു. ഒരു പ്രവാചകനും സ്വന്തം കട്ടിലിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യമുണ്ടാവുകയില്ലല്ലോ. അപകടകരമായ സാഹസികമായ ഈ സാഹചര്യത്തിലാണ് യേശു പരസ്യജീവിതം ആരംഭിക്കുന്നത്. 3. മാനസാന്തരപ്പെടുവിൻ. യേശു പറഞ്ഞു, മാനസാന്തരപ്പെടുവിനെന്ന്.
എന്താണ് ഈ മാനസാന്തരം? മാനസാന്തരപ്പെടുക എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ മെറ്റനോയിയ എന്നാണ്. ഇതിൻ്റെ അർത്ഥം മനം മാറ്റം എന്നാണ്. ഹെബ്രായ ഭാഷയിൽ ഷൂബ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം തിരിച്ചുവരവെന്നാണ്. ദൈവമല്ലാത്ത എല്ലാറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയാനുള്ള ആഹ്വാനമാണിത്. വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മനസ്സിൻ്റെ നിശ്ചയമാണ് മാനസാന്തരത്തെ ഉറപ്പിക്കുന്നത്. തിന്മ നിറഞ്ഞ മനസ്സും ഹൃദയവും അതുണ്ടാക്കി വച്ചിരിക്കുന്ന ഘടനകളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുപോലെ ഒരേ സമയം മാറുന്നതാണ് യഥാർത്ഥമായ മാനസാന്തരം. സമയം പൂർത്തിയായി, ദൈവരാജ്യത്തിന് വിരുദ്ധമായ എല്ലാം നിർത്താൻ സമയമായി, ദൈവരാജ്യത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കേണ്ട സമയമായി, അതെടുക്കുന്നതാണ് മാനസാന്തരം. 4. എന്താണ് ദൈവരാജ്യം? യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. തട്ടുകളും തിരിവുകളുമില്ലാത്ത ലോകം, വലിയവനും ചെറിയവനുമില്ലാത്ത ലോകം, യജമാനനും ഭൃത്യനുമില്ലാത്ത ലോകം, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനുമില്ലാത്ത ലോകം, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന ലോകം, ദൈവം നമ്മുടെ പിതാവും മാതാവും നമ്മൾ ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളുമായി കഴിയുന്ന ലോകം, കരുണയുടെയും കരുതലിൻ്റെയും ക്ഷമയുടെയും ഈ ലോകത്തോട്ട്, അതായത് ദൈവരാജ്യത്തിലോട്ട്, ഈ നാം ജീവിക്കുന്ന ലോകം സന്ധി സംഭാഷണം ചെയ്യുകയോ നമുക്ക് സഹകരിക്കാമെന്ന് പറയാത്ത ലോകം, നീതി ജലം പോലെയും സമാധാനം പറ്റാത്ത നീർച്ചാല് പോലെയും പരന്നൊഴുകുന്ന ലോകം. മറ്റു വാക്കുകളിൽ ഈ ലോകത്തെ ദൈവത്തിൻ്റെ രാജ്യമായി ക്രമപ്പെടുത്താൻ ദൈവത്തോടൊപ്പം മനുഷ്യൻ്റെ ചരിത്രത്തിൽ, അവൻ്റെ ചരിത്രരചനയിൽ, അവൻ്റെ ചരിത്ര സൃഷ്ടിയിൽ മനുഷ്യനും ദൈവവും പങ്കുചേരുന്ന മാനസാന്തരത്തിനുള്ള വിളിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നൽകുന്നത്. ശിമയോനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ യേശുവിനെ അനുഗമിച്ച് മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.